മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ സോഷ്യൽ മീഡിയ വൈറൽ താരമാണ് രേണുസുതി. മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണുസുതി മലയാളികൾക്കിടയിൽ ചർച്ചയാകാൻ തുടങ്ങിയത്. തുടക്കത്തിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും രേണുവിനെ പിന്തുടർന്നുവെങ്കിലും ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാൻ രേണു തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായി രേണു എത്തിയത്. എന്നാൽ സോഷ്യൽ മീഡിയ കണ്ട രേണുവായിരുന്നില്ല പ്രേക്ഷകർ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത്. ഇതോടെ അധികം വൈകാതെ ഷോയിൽ നിന്ന് സ്വയം പുറത്തിറങ്ങുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം രേണുവിന്റെ ജീവിതം മാറിമറിയുന്ന കാഴ്ചയാണ് കണ്ടത്. വിദേശ രാജ്യങ്ങളടക്കം ഉദ്ഘാടന ചടങ്ങിലും മറ്റും താരം അതിഥിയായി ക്ഷണിക്കപ്പെട്ടു. അതിനിടയിൽ ഇതിന് അതേസമയം ഇതിനിടയിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് നടിയായ അനുമോളും രേണുസുധിയുമാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ഇത്തരം അഭ്യൂഹങ്ങളോട് ആദ്യമായി മനസ്സ് തുറക്കുകയാണ് രേണു. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കുറവ് പ്രതിഫലം ലഭിച്ചത് തനിക്കായിരിക്കും എന്നാണ് രേണു പറഞ്ഞത്. 10,000 രൂപയാണോ ലഭിച്ചത് എന്ന ചോദ്യത്തിന് അതിൽ താഴെ എന്നായിരുന്നു രേണുവിന്റെ മറുപടി. 5,000 എങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇനിയും ചോദിക്കരുതെന്നും രേണു പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്നും വിളിക്കുമ്പോൾ പ്രതിഫലത്തിന്റെ കാര്യം സംസാരിക്കാൻ തനിക്ക് അറിയില്ലായിരുന്നു എന്നും മാനേജറായ കരിഷ്മ വന്നതിന് ശേഷമാണ് തനിക്ക് അർഹതപ്പെട്ട പേയ്മെന്റ് ലഭിച്ചു തുടങ്ങിയെന്നും താരം പറയുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിളിക്കുമ്പോൾ തനിക്ക് വിലപേശാൻ അറിയില്ലായിരുന്നുവെന്നും ഒരു പ്രോഗ്രാമിന് പോലും എത്ര തുക വാങ്ങണമെന്ന് അറിയില്ലായിരുന്നുവെന്ന് രേണു പറയുന്നു. തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. തനിക്ക് ലക്ഷങ്ങളും കോടികളുമൊന്നും ഉണ്ടാക്കാനല്ല, തൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും അന്നന്നത്തേക്ക് വക മാത്രം കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളാണ് താനെന്നും രേണു പറഞ്ഞു. ഇപ്പോൾ കരിഷ്മ ഉള്ളതുകൊണ്ട് ഏകദേശം തനിക്ക് അർഹതപ്പെട്ട പേയ്മെന്റ് ലഭിക്കാറുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തു.